ഇതിനുമ്പോൾ മാളികപ്പുറമായാലും ശരി, ഈസ്റ്ററായാലും ശരി, എല്ലാം ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ ശരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പോകാനാണോ? ഉറപ്പിക്കല്ലോ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഡോണ്ട് ബി സോ ജഡ്ജ്മെന്റൽ. അല്ല, ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ലേ. സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എലുങ്കോലാണെന്ന് നീയും പറയുന്ന ഒരാളാണ്. നമ്മൾ പുറമെ എത്ര മെച്ചേർഡ് ആയിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബോഡി ഉള്ളതുകൊണ്ട് ഷട്ടൂരി പോയതാണ്. ഞാൻ ഷട്ടൂരി. അതും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ഇതിനുമ്പോൾ മാളികപ്പുറമായാലും ശരി, ഈസ്റ്ററായാലും ശരി, എല്ലാം ഒരു മിത്തിക്കൽ അല്ലെങ്കിൽ ഫാൻസി എലമെന്റ് ശരിക്കും അങ്ങനത്തെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്ത് പോകാനാണോ? അങ്ങനെ ഉറപ്പിക്കല്ലോ, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ല. ഡോണ്ട് ബി സോ ജഡ്ജ്മെന്റൽ. അല്ല, ചോദ്യത്തിന് ഉത്തരമാണ്. അങ്ങനെ ഉറപ്പിക്കല്ലേ. സിനിമ അറ്റ്ലീസ്റ്റ് റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം. ഐ തിങ്ക് യു വാണ്ട് ടു സേ. രഞ്ജിത്ത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും. ലൈക്ക് ഒരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് വരും. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹി വുഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോളിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു. ബട്ട് ഹി വുഡ് സ്റ്റാൻഡ് ദർ ഓൺ ദി യാം. പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4ാം നിലയിലായിരുന്നു എൻ്റെ ക്ലാസ് റൂം. അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഞാനും ഇവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് ഞങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി. പിന്നീട് എനിക്ക് രഞ്ജിത്ത് പറഞ്ഞ ഒരു കാര്യം കൊടുത്തത്, സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി ഇവളുടെ ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി. എനിക്കങ്ങനെ ഞാൻ സിമ്പത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകുമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അപ്പം എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളോട് ഞാൻ നോർമലി ഒരാളോട് എങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പബ്ലിക്കലി പറയാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ബോഡി ഷേമിംഗ് ഒക്കെ ഞങ്ങൾ ചെയ്യും. അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവന് മറ്റേ എലുങ്കോലാണെന്ന് നീയും പറയുന്ന ഒരാളാണ്. ഇത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സംസാരിക്കാൻ അറിയാൻ ഇപ്പോൾ പബ്ലിക്കലി പറയാനില്ല. ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയണം. വാട്ട് ഈസ് ദി എക്സൈറ്റ്മെന്റ് അബൌട്ട് എ ഫിലിം. ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഐ തിങ്ക് രഞ്ജിത്ത് ഈസ് ഓൺലി റൈറ്റർ ഹു സെൻഡ് മീ 28 to 29 ഡ്രാഫ്റ്റ് ഓഫ് എ സ്ക്രിപ്റ്റ്. ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ്. അത് ജയസൂര്യൊക്കെ പറയും, ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചു തരുമ്പോഴേക്കും അടുത്ത് വന്നിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് DTP ഷോപ്പിലാണ്. രാവിലെ ഐ ഹാവ് സെൻഡ് യു അനദർ ഇമെയിൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഞാനിത് വായിക്കും. ബിക്കോസ് എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു കെൻ യു സ്പെസിഫൈ ദ പോയിന്റ്. ബിക്കോസ് ഞാനിത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. സോ ദ പാർട്ട് ഈസ് ദാറ്റ് ബൈ ദ ടൈം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു. ഇറ്റ് വാസ് ഈസി ഫോർ മീ. എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മൾ എപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത്. ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മാനുവർ അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി ഇറ്റ് വാസ് ഈസിയർ കമ്പാരിറ്റീവ്ലി. അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം. അതിന് ഞാനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കിക്കാണുന്നില്ല. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ്. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു വലിയ ലൂസായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം ഞാനങ്ങനെ ഫിൽട്ടർ ചെയ്ത് സംസാരിക്കാറില്ല. ചിലപ്പോൾ അതിൻ്റെതായിരിക്കാം. പലരും പറയാറുണ്ട് ഇതിപ്പം അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പബ്ലിക് സ്പേസിൽ വരുമ്പോൾ അഭിനയിക്കുന്നതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്നെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനൊക്കെ ആണ്, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ, ഞാൻ ഫിൽട്ടർ ചെയ്യാതെ സംസാരിക്കുന്ന ഒരാളാണ് ബേസിക്കലി. അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കാണുന്നെന്ന് പറഞ്ഞാൽ ഇപ്പം
ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് അറിയുമ്പോൾ ആർക്കായാലും സന്തോഷമാണല്ലോ. നമ്മൾ സിനിമയിൽ വരുമ്പോഴായാലും അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുക, അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഐ എം വെരി ഹാപ്പി ദാറ്റ് അങ്ങനെ ഒരു രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അതെ ജയഗണേഷിലെ ക്യാരക്ടർ നിധിയും RDXിലെ ഒരു സാമ്യം ഉണ്ടാവില്ല. അത് തന്നെയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യൂട്ട് ഒരു ഇതിലായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരാൻ പോകുന്ന അടുത്ത സിനിമ RDXിന് ശേഷം വരുന്ന സിനിമ ഒരിക്കലും അങ്ങനെ ഒരു രീതിയിലാവരുതെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിധി എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിത്ത് സാർ പറഞ്ഞു തന്നപ്പോഴും ക്യാരക്ടർ നറേറ്റ് ചെയ്തപ്പോഴും എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദി സിനിമ എന്നുള്ളത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം വളരെ മെച്ചോർഡായ ഒരു വർക്കിംഗ് വുമൺ ആണ് നിധി. ഭയങ്കര ബോൾഡായ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിധി. അപ്പം ആ ഒരു വേരിയേഷൻ ഇപ്പൊ RDXിലെ ക്യാരക്ടറിനും നിധിക്കും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ പ്രോജക്റ്റിൽ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷം പേഴ്സണലി ആ ഒരു ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബോളിവുഡിലൊക്കെയുള്ള പ്രൊമോഷൻ രീതികളുണ്ടല്ലോ. ഗജനിയുടെ സമയത്ത് അമീർ ഖാൻ മുടി വെട്ടി കൊടുക്കുന്നു, ലണ്ടൻ ഡ്രീംസിന്റെ സമയത്ത് സൽമാൻ ഖാൻ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു ഉണ്ണിമുന്തൻ മോഡൽ ഓഫ് പ്രൊമോഷൻ ആണോ ഷർട്ട് വരലിൽ നമ്മൾ കണ്ടത്? ബോഡി ഉള്ളതുകൊണ്ട് ഷർട്ട് വരെ പോയതാണ്. ഞാൻ ഷർട്ട് കൂടി അല്ല അതല്ല പ്രൊമോഷനായിട്ട് സംസാരിക്കാം. പ്രൊമോഷൻ അതും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ ഹാവ് എ വെരി ഗുഡ് ഫിസിക്. എനിക്ക് ഊരാനും ബുദ്ധിമുട്ടില്ല. പൊതുവെ ഫിസിക് ഉണ്ടെങ്കിൽ ആൾക്കാർ ഊരി കളയും, അത് കുഴപ്പമില്ല. അത് കോൺഫിഡൻസിന്റെയും കൂടെ ഒരു ഭാഗമല്ലേ. ഇപ്പം ഐ തിങ്ക് ഈസ് എക്സ്ട്രീംലി കോൺഫിഡന്റ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് ഹിസ് ബോഡി. നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് സെറ്റ് ഓഫ് പ്രൊമോഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഉണ്ണിച്ചേട്ടാ ബോഡി അടിച്ചിരുന്നു വെച്ചപ്പോൾ പുള്ളിക്കാരൻ ഊരിയില്ല. ദെൻ ഹി വാസ് ലൈക്ക് ഇല്ല കുറച്ചും കൂടെ ഫിറ്റ് ആവണ്ട, അത് കഴിഞ്ഞിട്ട് ഞാൻ ഊരും, ആര് ചോദിച്ചാലും ഞാൻ ഊരെന്ന് പറഞ്ഞതാണ്. അപ്പൊ ദെൻ ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ വിപിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇപ്പൊ ആള് കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നല്ലേ ബോഡിയില്? പ്രൊമോഷൻ ആയിട്ട് സംസാരിക്കാം. ബിക്കോസ് ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15 CR ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഭയങ്കര കൊമേഴ്ഷ്യൽ ആയിട്ട് സിനിമ ചെയ്യണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു. കൊമേഴ്ഷ്യൽ ഇൻ ടേംസ് ഓഫ് അതിന്റെ വൈബ്, എനർജി, അങ്ങനെയൊക്കെ ആണല്ലോ. ഇപ്പോൾ ഒരു യു ക്യാൻ ഡെഫിനറ്റ്ലി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഒരു നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഓഫ് ദ മൂവി ഇതൊക്കെ. അപ്പോൾ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റെയിൻ ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിത്ത് ഐക്കൺ സിനിമ നമ്മൾ ഇത് ഡിസ്ട്രിബ്യൂഷൻ തീരുമാനിച്ചത്. സോ വി തോട്ട് ആൻഡ് ഐ ജെനുവൻലി ബിലീവ് ദാറ്റ് ഒരു വലിയ ഫാമിലി അല്ലെങ്കിൽ വലിയ സെറ്റ് ഓഫ് ആൾക്കാരെ സിനിമ കാണാൻ എന്തിനീ സിനിമ കാണണം, അതും വിഷുകാലത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള സിനിമ, ബിഗ് മൂവി, വി ആർ ഓൾറെഡി ഇൻവെസ്റ്റഡ് സോ മച്ച്. അപ്പോൾ അതിന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾഡ് സ്കൂൾ പ്രൊമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളിപ്പോൾ 5 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 10 മണിക്കൂർ ഇരിക്കാൻ റെഡിയാണ്. ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യൻ്റെ ഒപ്പം സെറ്റപ്പ് ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഇനി സിനിമ റിലീസായി നിങ്ങൾ കണ്ടു പറയുന്നതിനേക്കാളും നല്ലത് ഐ വോണ്ട് ടു ഇൻവൈറ്റ് യു, ഐ വോണ്ട് ടു സെലിബ്രേറ്റ് ഇറ്റ്. അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഐ തോട്ട് ഫുൾ ഫ്ലെജ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇത് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണാം. ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ വി ഡു എ ലോട്ട് ഓഫ് ഇംപ്രോംപ്റ്റ് ആക്ടിവിറ്റീസ്. ലൈക്ക് ഇപ്പോൾ ഷർട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല, ഏത് ഷർട്ട് ഊരി എന്നാണ് പ്രൊമോഷൻ. ജയഗണേഷിന്റെ ടീഷർട്ട് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പലതും ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതെ, പുള്ളി കുറെ ഒരു ഹൈബർനേഷനിലായിരുന്നു രഞ്ജിത്ത്. ഇങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പല പോസ്റ്റേഴ്സ് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യാം. സോ അഗെയിൻ ലൈക്ക് ഐ സേ ഇറ്റ്സ് എ ടീം വർക്ക്. എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബാണ്. സിനിമയുടെ സക്സസ് ആണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് റിസൾട്ട്. ബട്ട് ഡ്യൂറിങ് ദ പ്രോസസ് ഈ സിനിമ എൻജോയ് ചെയ്യുക, അതും എനിക്കറിയില്ല എത്ര പേരാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്. ബട്ട് ഞാൻ ആ കൂട്ടത്തിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സിനിമയായിട്ട് ഇമോഷണലി കണക്ട് ആയി പോകുന്ന ഒരാളാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ദാറ്റ് ഐ ക്യാൻ ഡു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാവരും വന്നു, നോട്ട് ജസ്റ്റ് ഇവരില്ല. അപ്പോൾ മൈമാസ് കൈം ഫ്രം കാസർഗോഡ് അല്ലേ, ആൻഡ് എല്ലാവരും. പക്ഷേ ഇപ്പോൾ അതാ ലിഗമെന്റ് ടയറാണ് വരുന്നുണ്ട്. ഞാനിതിനൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ ഓർമ്മകളിൽ വെക്കും. ബിക്കോസ് എൻ്റെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇവരെല്ലാവരും വന്നു. ഇപ്പോൾ ജെനുവൻലി സ്പീക്കിംഗ് ഇവർക്ക് ആർക്കും വരേണ്ട ഒരു കാര്യമില്ല. ബിക്കോസ് സിനിമയിൽ അഭിനയിച്ചു, ദേ ഹാഡ് ദെയർ പ്രൊഫഷണൽ ഡീഡ്, ഇനി മൂവ് ഓൺ ചെയ്യാം.
ബട്ട് മോൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഹീസ് ഹാവിങ് ഹിസ് ഇപ്പോൾ രാജുവേട്ടൻ സോറി രാജമൗലികാരും ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ഒരു അശ്വതി കേട്ടു. ഈസ് വെരി ബിസിയാ, ഈസ് വെരി വെരി ബിസി. ശങ്കറിനെ ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ 9ഓളം പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. സോ ഈസ് അഗൈൻ ശങ്കർ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആണ്, ബട്ട് ഭയങ്കര വെറൈറ്റി ഓഫ് വേഴ്സറ്റൈൽ സോങ്സ് ഈ സിനിമയിലുണ്ട്. ഞങ്ങൾ ജൂക്ക് ബോക്സ് ഇറക്കി കഴിഞ്ഞു. AI വെച്ചിട്ട് ഒരു പാട്ട് ഉണ്ടാക്കുക, അത് ഒരു മെയിൻ സ്ട്രീം സിനിമയിൽ ഇത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഗട്ട്സ്. ബിക്കോസ് പറയാൻ എളുപ്പമാണ്, ബട്ട് ടെക്നോളജി ലൈവായിട്ട് നടക്കുന്ന ടെക്നോളജിയൊക്കെ അപ്ഡേറ്റഡ് ആയ ടെക്നീഷ്യൻസ് ആണ്. ഇൻ ദാറ്റ്സ് എവറി സെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പ്രൊമോഷൻ സിനിമയെ സംബന്ധിച്ച് എപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഞങ്ങൾ ഈ ജയഗണേഷ് ഞാൻ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ വരെ നമ്മുടെ ട്രെയിലർ കളിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ US ഇങ്ങനെ ഒരു ദിവസം നടക്കായിരുന്നു ഓൺ ബാക്ക്. അപ്പോൾ ഐ തിങ്ക് മിഷൻ ഇമ്പോസിബിളിൽ ടോം ക്രൂസിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ടോം ക്രൂസ് ഫാനാണ്, ആക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ട്രെയിലർ പ്ലേ ചെയ്യണം, എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഒരു സിനിമ എടുക്കണം, അപ്പോൾ ട്രെയിലർ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം. ഇതിങ്ങനെ പ്രൊമോഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടനെ വിളിച്ചു, ഒരു ട്രെയിലർ ഉണ്ട്. അപ്പോൾ ആരുടെ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ആണ്. അപ്പോൾ ദിസ് ഈസ് ഇതിപ്പോൾ ന്യൂയോർക്കിൽ എത്ര മലയാളികൾ അത് കണ്ടു എന്നല്ല, ടു ബി വെരി ഓണസ്റ്റ്. എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ സിനിമയുടെ ട്രെയിലർ അവിടെ കളിക്കണമെന്ന് വെച്ചാൽ അത് കളിപ്പിക്കും. അത് പിന്നെ നമുക്ക് ആരോടും ചോദിക്കണം, ബിക്കോസ് പ്രൊമോഷനിൽ ഇന്നതേ ചെയ്യാൻ പാടും ഇന്ന ചെയ്യാൻ പാടില്ല ഒന്നുമില്ല. നിങ്ങളുടെ സിനിമ പൈസ മുടക്കി നമ്മൾ വളരെ കമ്മിറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സിനിമയെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് ഇത്. ഞാൻ ഈ പ്രസ് മീറ്റ് ഇപ്പം നിങ്ങളോട് ഞാൻ ഇത്രയും കാര്യം എന്തിനാ പറയുന്നത്, ത്രൂ യു നിങ്ങളുടെ ഓഡിയൻസ് ഈ സിനിമയെ കുറിച്ച് അറിയും. എന്നാൽ പിന്നെ വിഷുകാലത്ത് ഇത്രയും ഒരു ടാലന്റഡ് ആയ ആൾക്കാർ ഈ സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഉദ്ദേശം. താങ്ക് യു. ഒരു ആക്ടർ എന്നല്ല, ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ഈ ഒരു സമയത്ത് തന്നെ ഇറങ്ങുമ്പോൾ 2 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കളക്ഷനെ ബാധിക്കാൻ സാധ്യത 3 വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ പ്രൊഡക്ഷനിൽ ഇറങ്ങിയത് തന്നെ എൻ്റെ സിനിമകളിൽ, എൻ്റെ തുടക്കകാലത്ത് ഞാൻ എൻ്റെ സിനിമകളിൽ ഞാൻ ദൂരെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി നന്നായേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്പേസിൽ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ സിനിമകൾ വീണ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സിനിമകൾ പിന്നീട് TV-യിലോ മറ്റേ സ്ഥലത്ത് വരുമ്പോൾ കൊള്ളാമായിരുന്നല്ലോ എന്ന്. വൈ ഐ ഗോട്ട് ഇൻടു പ്രൊഡക്ഷൻ ഈസ് ദാറ്റ് ഒരു മിനിമം ക്വാളിറ്റി ചെക്ക് മെയിൻറ്റെയിൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് മലയാള സിനിമയുടെ അവസ്ഥ 2024 നമ്മളെ പഠിപ്പിച്ചത് 3, 4, 5 നല്ല സിനിമകൾ വന്നാലും പ്രേക്ഷകർ അത് കാണാൻ റെഡിയാണ്. സോ ഞാൻ ഒരിക്കലും എൻ്റെ സിനിമയെ ഞാൻ ചെറുതായി കാണാറില്ല. ബിക്കോസ് എൻ്റെ എഫേർട്ട് എവറി മൂവി ഐ തിങ്ക് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഈ അടുത്തായിട്ടാണ് ഞാൻ സിനിമ ഇത്ര എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ 5 വർഷം വാസ് മോർ ഓഫ് ഒരു സിനിമ കിട്ടിയാൽ അഭിനയിക്കാൻ, പിന്നെ ഒരു 5 വർഷം ടു മച്ച് ഓഫ് സ്ട്രെസ്. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് ഇമോഷണലി വളർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമ എന്നെ സംബന്ധിച്ച് ഒരു സെലിബ്രേഷനാണ്. ഞാൻ അതിന് മുകളിലൊന്നും കാണാനില്ല. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ആണല്ലോ ഭായി, നമ്മളെ ചെറുതായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? കറക്റ്റ്. ഇപ്പോഴാണ് ഇവരെല്ലാവരും നോക്കണേ. കുഞ്ചാക്കോ ബോബനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു കാലത്ത് വരെയും കുഞ്ചാക്കോ ബോബന്റെ സൗന്ദര്യം മാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിലൂടെ ആളുകൾ അഡ്രസ് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് ഉണ്ണിമുന്തനെ നമ്മൾ സുന്ദരനായ ആൾ അല്ലെങ്കിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള നടൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കഷ്ടപ്പാടുകൾ കൂടി കാണുന്ന അദ്ദേഹം ഒരു ക്യാരക്ടർ കൊടുക്കുന്ന എഫേർട്ടും കൂടി കാണുന്ന സിനിമയായിരിക്കും ജയ് ഗണേഷ്. ഞാൻ പക്ഷെ പണ്ട് തൊട്ടേ അങ്ങനെ കണ്ടിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത്. സോ എനിക്കതുകൊണ്ട് പത്തിലും ടു ബി ഓണസ്റ്റ് ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റാഗ്രാം. ഐ തിങ്ക് ഫോളോ ചെയ്തു തോന്നുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. റൈറ്റ് ഫ്രം ഡേ 1 ആ മൂവി ജയഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവറി ഡേ എല്ലാ ദിവസവും ജയഗണേഷ് 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 അതുണ്ട്, ഇറ്റ് ഈസ് ദെയർ. അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. ജയഗണേഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാനറിയാം. പക്ഷെ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി.
മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര്, ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെക്കുറിച്ച്. ഞാൻ അതുകൊണ്ട് ഉണ്ണി ഇരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണിയുടെ അത്രയും ഈ ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എല്ലാവരോടും ചോദിച്ചിട്ട് ഇത്രയും കാല് വെച്ചുകൊണ്ടാണ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചത്. താങ്ക് യു. ഇപ്പം മഞ്ഞുമൽ ബോയ്സിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമകളെല്ലാം തമിഴ്നാട്ടിലെ ആളുകൾ അവിടുത്തെ ഓഡിയൻസ് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പം പ്രേമലു ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇവൻ ഗോൾഡ് ലൈഫ് ആണെങ്കിലും അതിന് വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ ഇപ്പോൾ റിലീസ് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു റിലീസ് മലയാളം ഫിലിംസ് ഇൻ തമിഴ്നാട്. അപ്പോൾ ഈ ജയ് ഗണേഷ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ ആഫ്റ്റർ റിലീസ് അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുമോ, അതിനെപ്പറ്റി എന്താണ് ആഗ്രഹമുണ്ട്? ഐ മീൻ ഞാൻ പറഞ്ഞില്ല, സിനിമ മാക്സിമം ട്രാവൽ ചെയ്യിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പ്രൈമറി ജയ് ഗണേഷ് ഒരു ഈ പാൻ ഇന്ത്യ ടേം എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാ കഥകൾക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എടുക്കുന്ന എല്ലാ സിനിമയും അല്ല എന്ത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അഗൈൻ ഐ എം ജസ്റ്റ് ടു ഫാസ്റ്റ്. ഇപ്പൊ ടൈറ്റിൽ വെച്ചിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതാ പറയുന്നത് വെച്ചാൽ നമുക്ക് ദാറ്റ് ഈസ് ക്രിയേറ്റീവ് ടീമിന് നമുക്ക് തോന്നിയത് ഇത് ഒരു മലയാള സിനിമയാണ്. ആൻഡ് അത് നമ്മളപ്പോൾ അതുകൊണ്ട് തന്നെ ഡബ് ചെയ്തിട്ട്, അതായത് അന്യഭാഷയിൽ ഡബ് ചെയ്തിട്ടൊന്നും പുറത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. മലയാള ആക്ച്വലി നമുക്ക് ഓഫേഴ്സ് വന്നതാണ്. നമ്മള് ഒരു തെറ്റില്ലാത്തൊരു പൈസ ഓഫർ ചെയ്തതാണ്. ഞങ്ങളത് വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തത്. അത് വേണ്ടാന്ന് വെച്ചു എന്ന് വെച്ചാൽ അതിന് അതിൻ്റെതായ റീസൺ ഉണ്ട്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളൊരു ചോയ്സ് ആണത്. ഇതെല്ലാം നമുക്ക് നമ്മുടെ രീതിയിൽ എടുക്കാം, പോയാൽ നമുക്ക് പോയി എന്നുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ അതിനെ കാണുന്ന വേറൊരു വിഷയമില്ല. വി വാണ്ട് ഇറ്റ് ടു ബി സീൻ ആസ് എ മലയാളം ഫിലിം. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നാണ് നമ്മുടെ വിഷയം. ഈ എസ്പെഷ്യലി ടൈറ്റിൽ ഭയങ്കര ക്യാച്ച് ആയതുകൊണ്ടും കുറച്ചിങ്ങനെ ഇതിനെ കുറിച്ച് ചർച്ചകളൊക്കെ വന്നതുകൊണ്ട് ഈ ഒബ്വിയസ്ലി ആൾക്കാർ നമുക്ക് ഓഫേഴ്സ് വന്നു അതെങ്ങനെ ചെയ്യുന്നത്. ബട്ട് രഞ്ജിത്തിനുണ്ടായിരുന്നു, എനിക്കുണ്ടായിരുന്നു ഗോവാസ് മലയാളം ഫിലിം. ഡെഫിനറ്റ്ലി അവിടെ റിലീസ് ഉണ്ട്. മാർക്കറ്റിംഗ് ബിക്കോസ് ഇത് കേരളത്തിലെ ആൾക്കാർ കാണേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഒരു 90% ഓഫ് മൈ പ്രൊമോഷണൽ പ്ലാൻ കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഞങ്ങൾ ദുബായി പോകുന്നുണ്ട്, ദെൻ ചെന്നൈ, ബാംഗ്ലൂർ. ഞാനിപ്പോൾ ഗുജറാത്തിൽ പോയിട്ട് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയി എന്ന് പറയുമ്പോഴും ജയ് ഗണേഷ് 11 ആയിരുന്നു ടീമിൻ്റെ പേര്. ഞങ്ങൾ ഫൈനൽസ് വരെ എത്തി. അവിടുത്തെ എല്ലാവരെയും കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം. ക്രിക്കറ്റ് ആണെങ്കിലും ജസ്റ്റ് ബീങ് വെരി എന്താ പറയുക, ലൈറ്റർ നോട്ട്. നമ്മൾ നമ്മുടേതായ രീതിയിൽ എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ സിനിമയുണ്ട്, നിങ്ങൾ വന്ന് കാണണമെന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാറുണ്ട്. സോ ഐ ഡോണ്ട് ഫോളോ എ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻ പ്രൈമറിലി ബിക്കോസ് നമ്മൾ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു ദാറ്റ് ഈസ് സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ഒരു സിനിമ ഇപ്പോൾ നമുക്ക് വേറെ പല ഓഫേഴ്സ് വന്നു, ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ പടത്തിന് സൂട്ടാവില്ല എന്ന് ഈസിലി ഡിസ്കസ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ നമുക്ക് വർക്കാവില്ല. ദാറ്റ് ഈസ് റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യപ്പെടും. ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കണ്ട, ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ സ്റ്റാൻഡില്ല. ബിക്കോസ് അങ്ങനത്തെ കുറേ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ നമ്മുടെ മുന്നേ വന്ന സിനിമകൾ ചെയ്ത എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും നമുക്ക് ചിലപ്പോൾ സൂട്ടാവില്ല, ചിലത് സൂട്ടാവും. ബട്ട് വി ആർ അപ്പ് ഫോർ ഇറ്റ്. എന്ന് വെച്ചാൽ മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. ബിക്കോസ് എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ചത് മലയാള സിനിമയാണ്. ഞാൻ തുടങ്ങിയത് തമിഴിൽ നിന്നാണെങ്കിലും എനിക്കൊരു രഞ്ജിത്ത് പറഞ്ഞാൽ മല്ലു സിംഗ് ഹിറ്റായപ്പോൾ ഞാൻ ഇനി മതി, സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സിനിമയിൽ നായകനാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, രണ്ടും സാധിച്ചു. ആ പടം കയറി ഹിറ്റ് അടിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞു, ഇനി തിരിച്ചു. അപ്പോൾ ഞാൻ 9 മാസം ഗുജറാത്തിലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ എ സൂപ്പർ ഹിറ്റ് ഫിലിം എനിക്ക് എൻ്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഫ്രം ദി സ്ക്രാച്ച്. ഒരു 5 സിനിമകൾക്ക് ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മറായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം. അപ്പോൾ ഞാൻ പഠിക്കാൻ പോയി, അവിടെ നിൽക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ്. ബിക്കോസ് ഇനി ചിലപ്പോൾ ഒരു നടൻ 2 തവണ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കൊരു ഐ വാസ് 25-26 വയസ്സിൽ എനിക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ വേറെ ജോലിക്ക് പോകാമല്ലോ. പക്ഷെ ഞാൻ ബൈ ദ ടൈം ഞാൻ വിക്രമാദിത്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നോ, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് സിനിമ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഞാൻ പഠിത്തം പിന്നെ നിർത്തി. സോ എൻ്റെ കുറച്ച് എന്താ പറയുക വൈൽഡായ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ബട്ട് അഗൈൻ ഇറ്റ് വാസ് ദാറ്റ്സ് ഹൗ ഐ ആം. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹം. സോ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും നാളെ ഈദും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് ആശംസകൾ, വിഷു ആശംസകൾ. കുടുംബസമേതം നിങ്ങൾ വിത്ത് ഫാമിലി കാണേണ്ട സിനിമയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു 19 പേരുണ്ട്, 100 പേരുണ്ടെന്ന് വിചാരിക്കുന്നു. സോ യു ടേക്ക് യുവർ ഫാമിലീസ്, അവരെ ഈ സിനിമ കാണിച്ചു കൊടുക്കും, ഫീഡ്ബാക്ക് അറിയിക്കും. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്.
കുറച്ചും കൂടെ പറഞ്ഞാൽ എല്ലാ സിനിമകളിലും ഈ ഗ്ലസറിൻ നായിക അങ്ങനത്തെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അതെ. അതിനുശേഷം ഒരു ബ്രേക്ക് എടുത്ത്, അതായത് അങ്ങനത്തെ ഒരു പാറ്റേൺ ബ്രേക്ക് ഇനി ഒരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഗ്ലസറിൻ നായികയായിട്ട് ഇനി പടം ചെയ്യില്ല, അങ്ങനത്തെ ഒരു ബ്രേക്ക് എടുത്താൽ അത് ഇങ്ങോട്ട് പോയത് അല്ല പിന്നീട് ഇങ്ങനെ ചിത്രം വന്ന് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യാൻ കാരണം അങ്ങനെ ഇല്ല. പക്ഷേ ആ ഒരു ഗ്ലിസറിൻ ട്രെൻഡ് ഒന്ന് മാറ്റിയാലും ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. കാരണം എല്ലാവരും എന്നോടത്ത് ചോദിക്കുന്നത് എല്ലാ സിനിമയിലും കരച്ചിൽ മാത്രമായിരുന്നു എന്നുള്ളത്. പിന്നെ സബ് ടൈറ്റിലിംഗ് ചെയ്തു, അതെൻ്റെ ഫ്രണ്ടിൻ്റെ മൂവിയായിരുന്നു. അപ്പം ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ടൈമായിരുന്നു, ചെയ്തു. ഡബിങ് അതേപോലെ ചെയ്തുകൂടെ ഒന്ന് ചോദിച്ചു. അങ്ങനെ വോയിസ് ടെസ്റ്റ് നടത്തി. അപ്പോൾ വോയിസ് ടെസ്റ്റ് അത് മാച്ച് ചെയ്തു. അപ്പം അതങ്ങനെ ചെയ്തു. പിന്നെ ഈ പടത്തിൽ രഞ്ജിത്ത് വിളിച്ചു, ക്രിമിനൽ ലോയറാന്ന് പറഞ്ഞപ്പോൾ യെസ്, ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത് ഗ്ലിസറിൻ വേണ്ട എന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിലൂടെ പോയത്. ഐ എം സോ ഹാപ്പി. ഇനിയും അന്ന് ഞാൻ എടുത്ത ചോയ്സുകളുടെ അത് തെറ്റോ കുറ്റമോ ഒന്നും അല്ല, അന്ന് അങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അന്ന് കൂടുതൽ നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു യെസ് അല്ലെങ്കിൽ നോ, യെസിനേക്കാളും കൂടുതൽ നോ പറയുന്ന ഒരാളല്ലായിരുന്നു ഞാൻ. പിന്നെ വന്നതെല്ലാം വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ മൂവിയാണ്. ആൻഡ് അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആസ് വി മെച്യൂർ ഇൻ ലൈഫ്, കുറച്ചും കൂടി നമുക്ക് ചോയ്സ് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ള ഒരു മെച്യൂരിറ്റി വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബോഡി ബിൽഡേഴ്സിനെ പറ്റി ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വലിയ ശരീരം ഉണ്ടെങ്കിലും മാടപ്രാവിന്റെ മനസ്സാണ്. അപ്പോൾ ഈ നമ്മുടെ ഇവിടെ എല്ലാവരും ഉണ്ണിമുതൽ പുകഴ്ത്തുമ്പോൾ ഉണ്ണിമുതൽ ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തല താഴുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അദ്ദേഹം ആക്ച്വലി ഈ പറയുന്ന പോലെ വലിയ ശരീരവും മാടപ്രാവിന്റെ മനസ്സുള്ള ഒരാളാണ്. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചേർഡ് ആയിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഹിസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തമിഴിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയുക, ഇതുവരെ ചെയ്യുന്ന കഥാപാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സീരിയൽ കില്ലിംഗ് അല്ലെങ്കിൽ സൈമോഡ് അങ്ങനത്തെ കഥാപാത്രം. മലയാളത്തില് ക്രിറ്റികൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, അങ്ങനത്തെ തമിഴ് ചെയ്യുന്ന പോലത്തെ വെറൈറ്റി ടൈപ്പ് കഥാപാത്രം മലയാളത്തിൽ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നുന്നത്. കാരണം തമിഴിൽ ഇപ്പം ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ക്രിമിനൽ ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒന്നിലൊരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴിൽ. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്ക് ഒരു വേഴ്സറ്റാലിറ്റി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXിലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മെനി എന്നുള്ള ക്യാരക്ടറിന്റെ ആ ഒരു ക്യൂട്ട്നെസ്സും അതും ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരു പക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണവും അത് തന്നെയാണ്.